ഇത് ഇന്തോനേഷ്യയിലെ ബോഗോർ എന്ന സ്ഥലത്ത് ഒരു ബയോഫ്ലോക്ക് സിസ്റ്റം ചെയ്തിരിക്കുന്ന ഒരു ഫാർമറുടെ വീടാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹമാണ് സ്വന്തമായിട്ട് ഡെവലപ്പ് എടുത്തിരിക്കുന്ന പ്രോബയോട്ടിക്സ് ഉപയോഗിച്ചാണ് അദ്ദേഹം ബയോഫ്ലോക്ക് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം അദ്ദേഹത്തിൻ്റെ ബയോഫ്ലോക്ക് കാഴ്ചകളിലേക്ക്. ഇവിടെ സമൃദ്ധമായിട്ട് റംബൂട്ടാൻ വിളഞ്ഞു കിടക്കുകയാണ്. ഈ വീടുകളിലെല്ലാം കണ്ടോ, ഇതെല്ലാം റംബൂട്ടാൻ ഉണ്ടായി കിടക്കുന്നതാണ് ഫുള്ള്. ഇന്തോനേഷ്യയിലെ എല്ലാ വീട്ടിലും റംബൂട്ടാനും ദുരിയനും ഉണ്ട്. ദുരിയനൊക്കെ നല്ല വില കിട്ടുന്നുണ്ട് ഇവർക്ക്. അങ്ങ് ബാക്കിലേക്കൊക്കെ നോക്കിയാൽ ഫുള്ള് റംബൂട്ടാനാണ് അവിടെ കാണാം. അതാ കയറ് വരുന്ന സ്ഥലത്തും എല്ലാം റംബൂട്ടാൻ ഉണ്ടായി കിടക്കുന്നു. ദുരിയൻ ഇവിടെ അതിനിടയിൽ ദുരിയനുണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. നല്ല വിലയും കിട്ടുന്നുണ്ട്. ഞങ്ങൾ വന്ന വാഹനമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് നമുക്കൊന്ന് നടന്നു പോകാം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം, ഓവർവ്യൂ. അദ്ദേഹം ഇവിടെ ബയോഫ്ലോക്കിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടുത്തെ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഒരു നാരകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. വളരെ ചെറിയ ഒരു സൈസ് പ്രത്യേക കായാണ് ഇതിൻ്റെ നാരകത്തിൻ്റെ. വളരെ ഷാർപ്പാണ് ഈ നാരകത്തിൻ്റെ മധുരവും അതുപോലെ തന്നെ ഇതും. നിറയെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടുത്തെ നാട്ടിലെ നാരകമാണ്. നല്ല സ്മെല്ലാണ് ഇതിന്. ഇതിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറിക്കാണോ അതോ ജ്യൂസാണോ എന്ന് ചോദിച്ചു നോക്കണം. കാരണം ഞാൻ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിറച്ച് നാരങ്ങ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇവിടെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗൗരാമി ബ്രീഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിനകത്ത് ഗൗരാമി ഉണ്ട്. വളരെ ഷാലോ വാട്ടറിലാണ് ഗൗരാമിയുടെ ബ്രീഡിങ് നടക്കുന്നത്. ഗൗരാമി ബ്രീഡ് ചെയ്യുന്ന ടാങ്കാണ് ഇതെല്ലാം. അതിൽ കുളവാഴയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം നെറ്റിട്ട് കവർ ചെയ്തിരിക്കുക, ആരും കിടക്കാതെ. അദ്ദേഹം ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇവിടുത്തെ സമയം പ്രാർത്ഥനയുടെ സമയമാണ്. വെള്ളിയാഴ്ചയാണ് ഇന്ന്. അവർ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓൺ ബയോഫ്ലോക്ക് ഇപ്പോൾ അവരുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളെല്ലാം വന്ന് മീനിന് ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പോയുള്ളൂ. ഇതിൽ ബയോഫ്ലോക്കിൽ അദ്ദേഹത്തിൻ്റെ ഓൺ ബയോഫ്ലോക്കിൽ വളരുന്ന മത്സ്യങ്ങളാണിത്. മുഴിയാണ് ഇതിലിട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളാണ്. 15 സെൻറ്റിമീറ്ററുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. ഇതിലെല്ലാം കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ഇതിലൊരുവിധം വലുതാണ് കിടക്കുന്നത്. ഇന്നലത്തെ പോലെ തീറ്റ എടുക്കാനായിട്ട് പേടിച്ചു പോയി. ഓക്കെ, ഇതിൽ ഒരുവിധം വലിയ മീനുകളാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം. കയ്യിൽ വന്ന് കൊത്താൻ വരുന്നുണ്ട്. കയ്യിൽ വന്ന് നല്ലതുപോലെ കൊത്തുന്നുണ്ട്. ഇവിടെ കുറച്ച് ബ്രീഡിങ്ങിനുള്ള ചെറിയ ടാങ്കുകൾ, കുളവാഴ, ഡെക്ക് വീട് അവിടെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഇതൊക്കെ ഇവിടുത്തെ ദൃശ്യങ്ങളാണ്. ഓവർവ്യൂ. അവിടേക്ക് പോയി നോക്കാം നമുക്ക്. അവിടെ കുറച്ച് ടാങ്കുകളുണ്ട്. അതും ബയോഫ്ലോക്ക് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു നെറ്റുണ്ട്. നമുക്കൊന്ന് പിടിച്ചു നോക്കാം മീനിനെ. അതിൽ കുറച്ചേ ഉള്ളൂ. ഇതാണ് ഇതിലെ സൈസ്. ഇന്നിപ്പോൾ അളന്ന് ഇട്ട സൈസാണിത്. ഇതിനകത്തെ ഈ മീനുകളെ നമുക്ക് അതിലെ ഒന്ന് പിടിച്ചു നോക്കാം. ഇന്നലെ മുഴുവനും ഡ്രസ്സിൽ കംപ്ലീറ്റ് മീനിൻ്റെ ഇതാണ് ഇതിൽ കിടക്കുന്ന മീനുകൾ കാണാം. ഇത് കാറ്റ്ഫിഷ് 2 എന്ന ഒരു ഇനമാണ്. ഇന്നലെ അവിടെ റിസർച്ച് സെൻറ്ററിൽ ഞങ്ങൾ പോയപ്പോൾ അവർ പറഞ്ഞു തന്നതാണ്. അത് ഞങ്ങൾക്ക്, അതായത് ആഫ്രിക്കൻ മുഴിയും ഇന്തോനേഷ്യൻ മുഴിയും തമ്മിൽ ബ്രീഡ് ചെയ്യിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാറ്റ്ഫിഷ് 2 എന്ന ഒരു മീനാണിത്.
ഞാൻ ഒരുപാട് ഇതിനെ പിടിക്കുന്നില്ല, കാരണം വെള്ളം എല്ലാം മേത്ത് ചാടി നാശമാവും. ഇന്നലെ കംപ്ലീറ്റ് കുളിച്ചു, ബയോഫ്ലോക്ക് റിപ്പോർട്ട് ചെയ്ത്. അതുകൊണ്ട് മുഴുവൻ മേത്ത് വെള്ളമായി. എന്നാലും വെള്ളത്തിന് യാതൊരു ഇതുമില്ല, സ്മെല്ലില്ല, നല്ല പ്യുവർ വാട്ടറാണ്. കളർ അങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒരു സ്മെല്ലോ യാതൊരു മീൻ കിടക്കുന്നതിൻ്റേതായ ഒരു സ്മെല്ലും അതിലില്ല. മീൻ വെള്ളം എന്ന് അതിന് പറയാൻ പറ്റില്ല നമുക്ക്. ഇതും അദ്ദേഹത്തിൻ്റെ ബയോഫ്ലോക്കാണ്. വളരെ ഇതിൽ ബ്രൂഡ് സ്റ്റോക്കാണ് കിടക്കുന്നത്, വലിയ ബ്രൂഡ് സ്റ്റോക്ക്. വലിയ മീനുകളാണ് ഇതിൽ കിടക്കുന്നത്. ഒരു ഇലക്കഷ്ണം ഇട്ട് കൊടുത്ത് നോക്കാം. ഒരു ഇലയൊക്കെ ഇട്ടാൽ തിന്നുമെന്ന് പറയുന്നത്. നോക്കാം. കണ്ടോളൂ ഇല തിന്നുന്നത് കണ്ടോളൂ. വരുന്നില്ലേ? എനിക്കൊന്ന് 3-4 കിലോ ഒക്കെ ഉള്ളതാണ് ഇതിൽ കിടക്കുന്ന മത്സ്യങ്ങൾ. പിന്നെ ഇത് ഇലയെല്ലാം തിന്നിട്ട് അതിൻ്റെ അസ്ഥികൂടങ്ങളാണ് ഈ കിടക്കുന്നത്. വലിയ ചേമ്പലയുടെ അസ്ഥികൂടങ്ങളാണ് ഈ കിടക്കുന്നത്. വലിയ ചേമ്പലയുടെ ആണ് ഇതിനിട്ട് കൊടുക്കുന്നത്. അവിടെ ചേമ്പ് നിൽക്കുന്നുണ്ട്, വലിയ. നമ്മുടെ നാട്ടിൽ ഇതിനെ മാറാൻ ചേമ്പെന്ന് പറയും. അതായത് വലിയ ചേമ്പ് മുകളിൽ വരെ വലുതായി വരുന്നത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കും അതിൻ്റെ ചേമ്പ്. ആ ചേമ്പാണിത്. മാറാൻ ചേമ്പ് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഇത് നല്ലതുപോലെ തിന്നുന്നുണ്ട്. ഇതിൽ നിറച്ച് മീൻ കിടക്കുന്നുണ്ട്. ഇതിൽ കുളവാഴ ഇട്ടിട്ടുണ്ട്. ഇത് ബ്രീഡിംഗ് ആണ്. അതുപോലെ തന്നെ അസോളയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെൻഡ് ചെയ്യുകയാണ്. ഇന്തോനേഷ്യയിലെ ബോഗർ എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ജക്കാർത്തയിൽ നിന്ന് 120 കിലോമീറ്ററോളം ഉണ്ട്. അവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ ഫാം വിസിറ്റാണ് ഇത്. ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ. അവിടെ അദ്ദേഹം വന്നിട്ടില്ല. ട്രാൻസ്ലേറ്റർ ഉണ്ട് ഞങ്ങൾക്ക്. അദ്ദേഹവും അവരെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ട്രാൻസ്ലേഷനും പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രോബയോട്ടിക് അദ്ദേഹം നമുക്ക് ട്രെയിനിങ് തരും അദ്ദേഹം. പിന്നെ അവരുടെ പ്രോബയോട്ടിക് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കണം. പക്ഷേ ഇൻഗ്രീഡിയൻസോ ഒന്നും അവർ പറഞ്ഞു തരില്ല നമുക്ക്. അവർ ബോട്ടിലായിട്ട് നമുക്ക് തരുള്ളൂ പ്രോബയോട്ടിക്. അത് ഉപയോഗിക്കുക, അത് ഉപയോഗിച്ച് മീനെ വളർത്തുക. അതാണ് ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റം. ഏതായാലും അദ്ദേഹം വരട്ടെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ബോഗോറിൽ നിന്നും വർഗീസ് പെരുമ്പാവൂർ.